ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇക്കാലം അത്രയും ഇവർ പ്രചരിപ്പിച്ചതുപോലെ ഇവരങ്ങനെ നവോത്ഥാന പ്രസ്ഥാനക്കാരല്ല. ഇവർ മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികളല്ല. ഇവർ മുസ്ലിം സമുദായത്തിലെ പുരോഗമന വിഭാഗമല്ല. ഇവരൊരു പഴഞ്ചൻ വിഭാഗമാണെന്ന് മാത്രമല്ല, സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ധാർമ്മികമായ അവകാശമുള്ളവരല്ല എന്ന് ഈ രാജ്യത്തെ ബിദഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹം തന്നെ കൃത്യമായി വിലയിരുത്തപ്പെട്ടൊരു സന്ദർഭമാണിത്. ഇങ്ങനെ വിലയിരുത്തപ്പെട്ട സാഹചര്യം വന്നപ്പോ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ, അവരുടെ പണ്ഡിതന്മാരെ, അവരുടെ എഴുത്തുകാരെ, അവരുടെ പ്രഭാഷകന്മാരെ, അവരുടെ പ്രസ്ഥാനങ്ങളെ, അവരുടെ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ബിദഈ പ്രസ്ഥാനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ പദ്ധതികളും ആലോചനകളുമാണ് അവർക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇക്കാലം അത്രയും അവർ തള്ളിപ്പറഞ്ഞ പലരെയും പുകഴ്ത്താനും അവരുടെ വേദികളിൽ കൊണ്ടുപോയിട്ട് അവർക്കനുകൂലമായി ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ രണ്ട് ഗുണമാണ് അവർ കാണുന്നത്. ഒന്നെന്താണ്? സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനമുള്ള ആളുകളെ അവരുടെ വേദിയിൽ കൊണ്ടുപോയി ഇരുത്തി അവർക്ക് അനുകൂലമായി എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അപകടകരമായ ആശയം പേറി നടക്കുന്ന ആളുകളെ ഈ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ഒരു ക്യാമ്പയിൻ ഇതിന്റെ മറവിൽ അവർക്ക് നടത്താൻ സാധിക്കും. അതിന് പുറമെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരെങ്കിൽ ആശയപരമായ ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് 98 വർഷക്കാലം മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത് SKSF-ന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുൽ വലി അവർകളാണ്. അദ്ദേഹം നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ഹൈതമി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദികളിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ്. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു സയ്യിദും ആലിമുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിദഈ പ്രസ്ഥാനക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വേദിയിൽ ഇതൊന്ന് പ്രകാശനം ചെയ്തു തരണം, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു, അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവിടെ പോയാൽ എന്റെ പിതൃപരമ്പരയെ അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന് അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാത്ത, എന്റെ പാരമ്പര്യത്തെ ഇക്കാലം അത്രയും ചോദ്യം ചെയ്ത, ഇന്നുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എന്നെ അത്തരം ഒരു കെണിയിൽ വീഴ്ത്തുന്നത് രണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ ഈ രീതിയിൽ അംഗീകാരവും ബഹുമാനമുള്ള എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, അദ്ദേഹം അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായും ഈ പോകുന്ന തങ്ങളാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല, സഹവർത്തിത്വമല്ല, സഹിഷ്ണുതയല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം അപകടകരമായി ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ്, മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദരണീയരായ സാദാത്തുക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? മുജാഹിദ് വിഭാഗമാണോ? ജമാഅത്തെ ഇസ്ലാമിയാണോ? ഇവിടുത്തെ ഏതെങ്കിലും ബിദഈ പ്രസ്ഥാനമാണോ? അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുൽ ബൈത്തിനെ ഇന്നും ബഹുമാനിക്കുന്നു, എന്നും ബഹുമാനിക്കുന്നു. കാരണം എന്താണ്? അത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ്.
അടിസ്ഥാനപരമായ ആശയമാണ്. ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ ബഹുമാനിക്കാൻ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചത് ഈ സമസ്ത കേരള ജംഇയ്യത്തുലമ ആലിമീങ്ങളാണ്. പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട്. എന്താ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത, വേറെയും നാട്ടിൽ തങ്ങന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട്, പാണക്കാട് കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ആ കുടുംബം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു സയ്യിദ് കുടുംബമാണ്. ആ കുടുംബത്തെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ നേതാക്കൾക്കോ ആരും പാണക്കാട് ബഹുമാനം പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പാണക്കാട് സയ്യിദന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഓരോ പോഷക സംഘടനകളുടെയും നേതൃപദവിയിൽ നിലനിർത്തിയിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ. ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ പോഷക സംഘടനകളുടെയും ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കൊണ്ട് നടക്കുന്ന ആളുകൾ പാണക്കാട് സാദാത്യങ്ങൾ മാസം അർപ്പിച്ചാൽ അവർ മാസം അർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന ആളുകൾ പാണക്കാട് സാദാത്യങ്ങൾ മതപരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? നേരത്തെ ഇവിടെ ബഹുമാന്യരായ AV ഉസ്താദ് സൂചിപ്പിച്ചു, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓരോ മുസ്ലിം മഹല്ലുകളിലും വീടുകളിലും മദ്രസകളിലും ദീനി സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് മജ്ലിസ് നൂർ പതിവാക്കുക എന്ന് പറയുന്നത്. ഈ തങ്ങളെ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ, നിങ്ങൾ മജ്ലിസ് നൂർ തുടങ്ങാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് തയ്യാറുണ്ടാകാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുഖത്ത് ഇന്ന് വന്നിട്ടുള്ള ആ കാർമേഘങ്ങളെ, നിങ്ങളുടെ മുഖത്ത് ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഇമേജിനെ വീണ്ടെടുക്കാൻ ആദരണീയരായ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ, അവരോടുള്ള ബഹുമാനത്തെ, അവരോടുള്ള ആദരവിനെ, അവരോടുള്ള ആ എല്ലാ സഹിഷ്ണുതയും കുറച്ചു കൊണ്ടുവരാൻ സമസ്തയുടെ മക്കളെ ആർക്കും കിട്ടില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വേദിയിൽ സന്നിഹിതരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ സാദാത്തുക്കളെ, സമസ്തയുടെയും വിവിധ പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കളെ, മണിക്കൂറുകളായി വളരെ ആവേശപൂർവം ഈ സമ്മേളനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വളരെ പണ്ഡിതോചിതമായ മികച്ച പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞ ഒരു വേദിയാണിത്. അതോടൊപ്പം ഇനിയും LCD ക്ലിപ്പിംഗ് സഹിതം നമുക്കൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാവുന്ന വിധം ഇവിടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുകയുമാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒന്ന് രണ്ട് സുപ്രധാനമായ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. 1926 രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുലമ അതിൻ്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ട വളരെ അഭിമാനകരമായ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടെ പാതയിൽ
അതിൻ്റെ സ്ഥാപിത ലക്ഷ്യത്തോടുകൂടി ഒരു നൂറ്റാണ്ട് തികക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മതരംഗത്ത് തന്നെ ധാരാളം സംഘടനകൾ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ സംഘടനകളെല്ലാം ഉയർത്തിപ്പിടിച്ചിരുന്ന അവരുടെ ആദർശങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും തിരുത്തലുകൾ വരുത്തി മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കി എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല, ആശയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്കിടയിലൊക്കെ വലിയ പിളർപ്പുകളുണ്ടായി പരസ്പരം ആശയപരമായ പോരാട്ടങ്ങളും പോർവിളികളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുലമ വളരെ അജയ്യമായി മതപരമായി സമസ്ത കേരള ജമിയത്തുലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞ ഒരു കാര്യം പോലും എതിരാളികളാൽ പോലും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വിധം ആധികാരികമായും വിശ്വാസ്യതയും നിലനിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഖാദിമ്യങ്ങളായി, അതിൻ്റെ സഹകാരികളായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. സമസ്ത രൂപീകരിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ അതൊരു സംഘടനാ സംവിധാനത്തിലേക്ക് വന്ന് അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടായി. അതിൻ്റെ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുലമ പ്രവർത്തിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമായി പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ദൗത്യം സമസ്ത കേരള ജമിയത്തുലമ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ വലിയ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അതത് കാലത്ത് സമൂഹത്തെ അറിയിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിക്കുകയും അത് സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അതത് മഹല്ലുകളിൽ, പ്രദേശങ്ങളിൽ അക്ഷരം പ്രതി നടപ്പിലാക്കാൻ അവർ മുൻകൈയെടുത്തു. പിൽക്കാലത്ത് സമസ്ത മദ്രസ സംവിധാനങ്ങളും മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് പ്രാഥമികമായ മദ്രസ തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനങ്ങൾ വരെ സംവിധാനിച്ചുകൊണ്ട് ആ ദൗത്യവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും സമസ്തയോട് കിടപിടിക്കാൻ ആ മേഖലയിൽ മറ്റാർക്കും വളർന്നു വരാൻ സാധിച്ചിട്ടില്ല എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഇതേ സമസ്തയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ രണ്ടാമതായി പറഞ്ഞ കാര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അവരുടെ കുപ്രചാരണങ്ങളെയും നിയമാനുസൃതമായി എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പോലും നേടുന്നതിന് മുമ്പ് ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമാണ്. ഈ 2024 ആ ഭരണഘടനയിൽ ഒരു ഭേദഗതിയും വരുത്തിയിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേർരേഖയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കെതിരായി രംഗത്ത് വരുന്ന വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ആശയപ്രചാരകരാണെങ്കിലും യഥാസമയം സമസ്ത കേരള ജമിയത്തുലമ ഇടപെട്ടുകൊണ്ട് അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തിയതിൻ്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതപരമായ കാര്യത്തെ സമസ്ത കേരള ജമിയത്തുലമയിൽ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പലരും ഞങ്ങൾ സമസ്തയാണ് എന്ന് പറയാൻ മത്സരിക്കുന്നതിൻ്റെ കാരണം പോലും സമസ്ത കേരള ജമിയത്തുലമയെ മതപരമായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സമൂഹത്തിൽ വിശ്വാസ്യതയുണ്ട് എന്നതിൻ്റെ തെളിവാണ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരോ പ്രവർത്തകരോ അനുഭാവികളോ ആശയപരമായി അതുമായി ചേർന്ന് നിൽക്കുന്നവരോ പോലുമല്ല. അതിനും അപ്പുറത്തുള്ള ആളുകൾ പോലും പലപ്പോഴും സമസ്തയുടെ അംഗീകാരത്തെ വലിയ താല്പര്യത്തോടുകൂടി കാണുകയും ഞങ്ങളാണ് സമസ്ത എന്ന് പറയാൻ ആവേശം കാണിക്കുന്നവരുമാണ്. ഞാൻ അവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. കാരണം സമസ്തയുടെ അനുഭാവിയാണ്. സമസ്തയുടെ തണൽ നിന്നാൽ അതിൽ വലിയൊരു വിശ്വാസ്യതയും ആധികാരികതയും സുരക്ഷിതത്വ ബോധവുമുണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയും സമസ്തയോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർ വളരെ മോശമായ പ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ പഴഞ്ചന്മാരാണ്, പിന്തിരിപ്പന്മാരാണ്, ലോകം തിരിയാത്തവരാണ്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജീർണതകളും പ്രചരിപ്പിക്കുന്നവരാണ് തുടങ്ങി സമൂഹത്തിൽ ഏറ്റവും പിന്തിരിപ്പന്മാരും പുറംപോക്കിൽ ജീവിക്കേണ്ടവരുമായിട്ട് വളരെ മോശക്കാരായിട്ടാണ് ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ പലരും ചിത്രീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അത്യാവശ്യം വിദ്യാസമ്പന്നരായ സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആധികാരികമായി പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ട ആചാരാനുഷ്ഠാന ക്രമങ്ങളെയൊക്കെ വളരെ വികൃതമായിട്ട് ചിത്രീകരിച്ച് അതിനൊക്കെ ജീർണതയായിട്ട് അവതരിപ്പിച്ച് ആ ജീർണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ പുരോഗമനപരമായ പരിഷ്കാരത്തിൻ്റെ പ്രവർത്തനമായി അവതരിപ്പിച്ച് അവരുടെ ക്യാമ്പയിനുകൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. പലപ്പോഴും ഇവിടുത്തെ പൊതുസമൂഹത്തെ പോലും ആ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. കാരണം മുസ്ലിം സമൂഹത്തിൽ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ജീർണതക്കെതിരെ, അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു മുഖമൂടി ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ അഭ്യസ്തവിദ്യരായ സമൂഹത്തെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പലപ്പോഴും ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർക്ക് സാധ്യമായിരുന്നു. പക്ഷേ ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ നാമ്പെടുക്കുന്ന കാലത്ത് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസപരമായി കർമ്മപരമായി ഈ സമൂഹത്തെ വഴിപടപ്പിക്കാൻ വന്നവർ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്നൊരു ബഹുസ്വര സമൂഹത്തിൽ പറയാനോ എഴുതാനോ പെരുമാറാനോ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളാണിവർ. അത്തരം ആശയങ്ങൾ അവർ പറയുകയും എഴുതുകയും ചെയ്തതിൻ്റെ ധാരാളം രേഖകൾ അക്കാലത്ത് പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ എഴുതുകയും പ്രചരിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും പലർക്കും അന്ന് ബോധ്യപ്പെട്ടില്ല, പലർക്കും വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ പിൽക്കാലത്ത് ഈ ബിദഈ പ്രസ്ഥാനക്കാരുടെ ആശയങ്ങളിൽ പ്രചോദിതമായി കൊണ്ട് അപകടകരമായ ചില ഭീകര പ്രസ്ഥാനങ്ങൾ ലോകത്തുടലെടുത്തപ്പോൾ അതിനെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം പ്രബോധകന്മാരോ മാത്രമല്ലോ അന്വേഷണം ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും മതവിരുദ്ധവും നിയമവിരുദ്ധവുമായ ലോകത്തുടനീളം മുസ്ലിം സമുദായത്തിന് വലിയ തോതിൽ അപമാനമുണ്ടാക്കുന്ന അപകടകരമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഈ ബിദഈ ആശയത്താൽ പ്രചോദിതമായിട്ടുള്ള പല സംഘടനകളും രംഗത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് ലോകത്തെ സാമൂഹ്യ നിരീക്ഷകന്മാരും ചരിത്ര പണ്ഡിതന്മാരും മുസ്ലിം പണ്ഡിതന്മാരും എല്ലാവർക്കിടയിലും മാധ്യമപ്രവർത്തകരുമൊക്കെ വലിയ തോതിൽ ISIS പോലെയൊക്കെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും തുടങ്ങി. അത്തരം പഠനങ്ങളും അന്വേഷണങ്ങളും തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ലോകത്തോട് അവരൊക്കെ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം, മുസ്ലിം സമുദായത്തെ ലോകത്തിന് മുമ്പിൽ ഭീകരവാദികളും തീവ്രവാദികളുമായി അവതരിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സഹായകരമായത് ഈ വഹാബി ആശയമാണ്, സലഫിസമാണ് എന്ന് ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയായിട്ട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമുണ്ടാക്കിയതല്ല, ഇവിടുത്തെ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ എവിടെയെങ്കിലും എഴുതി വെച്ചതല്ല. നേരെ മറിച്ച് ലോകത്തെ ISIS പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകിയ ആദർശമേത്, ആശയമേത് എന്ന അന്വേഷണത്തിനൊടുവിൽ ലോകത്തെ ഒട്ടുമിക്ക സാമൂഹ്യ നിരീക്ഷകന്മാർക്കും ചരിത്രാന്വേഷകർക്കും സമൂഹത്തിലുള്ള മാധ്യമപ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെടുത്തി പഠനം നടത്തിയ ചരിത്ര വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ഒരേ ഒരു ഉത്തരമാണ് ലഭിച്ചത്. സ്വാഭാവികമായും അത്തരമൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ഈ വിഭാഗം എത്തിയപ്പോൾ
അക്കാലം അത്രയും സമൂഹത്തിനിടയിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് വിഭാഗമാണെങ്കിലും ഇത്തരത്തിലുള്ള ബിദഈ പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിരുന്നത് ഈ സുന്നികളും മുജാഹിദുകളും അല്ലെങ്കിൽ സുന്നികളും അതേപോലെയുള്ള ബിദഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ആചാരപരമായ അഭിപ്രായ വ്യത്യാസമാണ്, അനുഷ്ഠാനപരമായ കാര്യങ്ങളാണ്. അവരുടെ ഖുതുബ ഏത് ഭാഷയിലായിരിക്കണം, നിസ്കരിക്കുമ്പോൾ കൈകെട്ടേണ്ടത് എവിടെയാണ്, സുബഹിക്ക് ഖുനൂത്ത് ഓതാൻ പാടുണ്ടോ ഇല്ലയോ, ഇതേപോലെയുള്ള അവർക്കിടയിലുള്ള ആചാരപരമായ അഭിപ്രായ വ്യത്യാസമാണ്. അതിലപ്പുറമൊന്നുമില്ല എന്ന ധാരണയിലാണ് പലരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആചാരപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടുന്നതൊന്നും ശരിയല്ല എന്ന രീതിയിൽ, നല്ല രീതിയിൽ നമ്മളൊക്കെ ഉപദേശിക്കാൻ പലരും രംഗത്ത് വന്നിരുന്നു. പക്ഷേ നാം അറിയേണ്ടത് ആ അപകടകരമായ ആശയത്തിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിൽ പോലും ഉണ്ടായി. കേരളത്തിൽ പോലും ഉണ്ടായി എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോലും അത്തരം ആശയ പശ്ചാത്തലമുള്ള ആളുകൾ ഇവിടെ നിന്ന് ഹിജറ പോകുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ നിന്നും IS റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടു എന്ന് സമസ്തയോ പോഷക സംഘടനകളോ ആരോപിക്കപ്പെട്ടതല്ല, വസ്തുതാപരമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതസംഘടന ഉയർത്തിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞ് അങ്ങനൊന്നും രക്ഷപ്പെടാൻ ഈ ഫാഷിസത്തിന്റെ കാലത്ത് സാധിക്കില്ല എന്നൊക്കെ നമ്മൾ ഉപദേശിക്കുന്നവരുണ്ട്. ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. നാം തിരിച്ചറിയേണ്ടത്, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം അംഗീകരിക്കാത്ത, രാജ്യത്തെ നിയമം അംഗീകരിക്കാത്ത അപകടകരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകളുമായി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ബന്ധമില്ലെന്ന് തുറന്നു പറയാൻ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ പേരിൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇതിനെ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കാനും, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഈ സമുദായം കൂടുതൽ തെറ്റിദ്ധരിക്കാനും, ഇവിടുത്തെ ശത്രുക്കൾക്ക് മുസ്ലിം സമുദായത്തെ ചൂണ്ടിയിട്ട് മുതലെടുക്കാൻ അവസരമുണ്ടാകുന്ന ഭീകരമായ അവസ്ഥയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അപകടകരമായ ആശയങ്ങളുമായിട്ട് ഇസ്ലാമിന് ബന്ധമില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയല്ല, അതിനെ ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞതാണ് എന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ നിരന്തരമായിട്ട് പറയാനും പ്രചരിപ്പിക്കാനും നമ്മുടെ സംഘടന മുന്നോട്ട് വന്നത്. ഇതിന്റെ തുടക്കകാലത്ത് IS സലഫിസം, ഫാഷിസം എന്ന പേരിൽ തന്നെ സുന്നി യുവജന സംഘവും SKSF ഒക്കെ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരുന്നു. ആ ക്യാമ്പയിനുമായി രംഗത്ത് വന്നപ്പോഴൊക്കെ ആ ക്യാമ്പയിന്റെ മറ പിടിച്ചുകൊണ്ട് പലപ്പോഴും നിലവിൽ ഇവിടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി നടക്കുന്ന പ്രഭാഷകന്മാരെയും പ്രചാരകന്മാരെയും അത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികളെയും ന്യായീകരിക്കാൻ പോലും പല ആളുകളും ഇവിടെ രംഗത്ത് വന്നിരുന്നു. അവർക്ക് സുരക്ഷാ കവചമൊരുക്കാൻ പലരും രംഗത്ത് വന്നിരുന്നു എന്ന പരിഹാസ്യമായ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്ത, മതം അനുവദിക്കാത്ത, നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുവദിക്കാത്ത ഒരാശയം പ്രചരിപ്പിക്കുകയും ആശയത്തിന്റെ പേരിൽ അപകടകരമായ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സമുദായത്തിനുണ്ട്, സമുദായ നേതൃത്വത്തിനുണ്ട്, മതപണ്ഡിതന്മാർക്കുണ്ട്. ആ മതപണ്ഡിത സഭയാണ് ഈ ദൗത്യം യഥാസമയത്ത് ഇടപെട്ടുകൊണ്ട് ഇവിടെ നിർവഹിച്ചത്. ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇക്കാലം അത്രയും ഇവർ പ്രചരിപ്പിച്ചതുപോലെ ഇവരങ്ങനെ നവോത്ഥാന പ്രസ്ഥാനക്കാരല്ല, ഇവർ മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികളല്ല, ഇവർ മുസ്ലിം സമുദായത്തിലെ പുരോഗമന വിഭാഗമല്ല, ഇവർ പഴഞ്ചൻ വിഭാഗമാണെന്ന് മാത്രമല്ല, സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ധാർമ്മികമായ അവകാശമുള്ളവരല്ല എന്ന് ഈ രാജ്യത്തെ ബിദഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹം തന്നെ കൃത്യമായി വിലയിരുത്തപ്പെട്ട ഒരു സന്ദർഭമാണിത്. ഇങ്ങനെ വിലയിരുത്തപ്പെട്ട സാഹചര്യം വന്നപ്പോ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ, അവരുടെ പണ്ഡിതന്മാരെ, അവരുടെ എഴുത്തുകാരെ, അവരുടെ പ്രഭാഷകന്മാരെ, അവരുടെ പ്രസ്ഥാനങ്ങളെ, അവരുടെ സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ബിദഈ പ്രസ്ഥാനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ പദ്ധതികളും ആലോചനകളുമാണ് അവർക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇക്കാലം അത്രയും അവർ തള്ളിപ്പറഞ്ഞ പലരെയും പുകഴ്ത്താനും അവരുടെ വേദികളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിൽ രണ്ട് ഗുണമാണ് അവർ കാണുന്നത്. ഒന്നെന്താണ്? സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനമുള്ള ആളുകളെ അവരുടെ വേദിയിൽ കൊണ്ടുപോയി ഇരുത്തി അവർക്ക് അനുകൂലമായി എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അപകടകരമായ ആശയം പേറി നടക്കുന്ന ആളുകളെ ഈ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ഒരു ക്യാമ്പയിൻ ഇതിന്റെ മറവിൽ അവർക്ക് നടത്താൻ സാധിക്കും. അതിന് പുറമെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരെങ്കിൽ ആശയപരമായ ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് 98 വർഷക്കാലം മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനത്തിൽ അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത് SKSF-ന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുൽ വലി അവർകളാണ്. അദ്ദേഹം നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ഹൈതമി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദികളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ്. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു സയ്യിദും ആലിമുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിദഈ പ്രസ്ഥാനക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വേദിയിൽ ഇതൊന്ന് പ്രകാശനം ചെയ്തു തരണം, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവിടെ പോയാൽ എന്റെ പിതൃപരമ്പരയെ അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന് അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാത്ത, എന്റെ പാരമ്പര്യത്തെ ഇക്കാലം അത്രയും ചോദ്യം ചെയ്ത, ഇന്നുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എന്നെ അത്തരം ഒരു കെണിയിൽ വീഴ്ത്തുന്നത് രണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ ഈ രീതിയിൽ അംഗീകാരവും ബഹുമാനമുള്ള എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, അദ്ദേഹം അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായും ഈ പോകുന്ന തങ്ങളാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല, സഹവർത്തിത്വമല്ല, സഹിഷ്ണുതയല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം അപകടകരമായി ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ്, മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദരണീയരായ സാദാത്തുക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? മുജാഹിദ് വിഭാഗമാണോ? ജമാഅത്തെ ഇസ്ലാമിയാണോ? ഇവിടുത്തെ ഏതെങ്കിലും ബിദഈ പ്രസ്ഥാനമാണോ? അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുൽ ബൈത്തിനെ ഇന്നും ബഹുമാനിക്കുന്നു, എന്നും ബഹുമാനിക്കുന്നു. കാരണം എന്താണ്? അത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ്. ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ ബഹുമാനിക്കാൻ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആലിമീങ്ങളാണ്. പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട്. എന്താ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത, വേറെയും നാട്ടിൽ തങ്ങന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട്, പാണക്കാട് കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ആ കുടുംബം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു സയ്യിദ് കുടുംബമാണ്. ആ കുടുംബത്തെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ നേതാക്കൾക്കോ ആരും പാണക്കാട് ബഹുമാനം പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പാണക്കാട് സയ്യിദന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പോഷക സംഘടനകളുടെയും നേതൃപദവിയിൽ നിലനിർത്തിയിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ പോഷക സംഘടനകളുടെയും ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കൊണ്ടു നടക്കുന്ന ആളുകൾ പാണക്കാട് സാദാത്യങ്ങൾ മാസം അർപ്പിച്ചാൽ അവർ മാസം അർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന
ഇരിക്കുന്ന ആളുകൾ, പാണക്കാട് സാദാത്തുക്കൾ മതപരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? നേരത്തെ ഇവിടെ ബഹുമാനരായ AV ഉസ്താദ് സൂചിപ്പിച്ചു, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓരോ മുസ്ലിം മഹല്ലുകളിലും വീടുകളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് മജ്ലിസ് നൂർ പതിവാക്കുക എന്ന് പറയുന്നത്. ഈ തങ്ങളെ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ, നിങ്ങൾ മജ്ലിസ് നൂർ തുടങ്ങാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് തയ്യാറുണ്ടാകാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുഖത്ത് ഇന്ന് വന്നിട്ടുള്ള ആ കാർമേഘങ്ങളെ, നിങ്ങളുടെ മുഖത്ത് ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഇമേജിനെ വീണ്ടെടുക്കാൻ ആദരണീയരായ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെ, അവരോടുള്ള ബഹുമാനത്തെ, അവരോടുള്ള ആദരവിനെ, അവരോടുള്ള ആ എല്ലാ സഹിഷ്ണുതയും കുറച്ചു കൊണ്ടുവരാൻ സമസ്തയുടെ മക്കളെ ആർക്കും കിട്ടില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പല രീതിയിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പുറത്തു നിന്നുള്ള ചില അജണ്ടകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിശദമായി പറഞ്ഞു. അവരും പാണക്കാട് ബഹുമാനം നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അവരും മുസ്ലിം ലീഗിനോടുള്ള പ്രതിബദ്ധത നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ആ CAC പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാരും. ഈ കൂടിയിട്ടുള്ള സമസ്തയുടെ മുഴുവൻ പോഷക സംഘടന ഭാരവാഹികളും പ്രവർത്തകന്മാരുമെല്ലാം ഇത് രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആരാണ് പിന്നെ പരിഹരിക്കാൻ ആഗ്രഹിക്കാത്തവർ? നിങ്ങൾ തിരിച്ചറിയണം, ഈ പ്രശ്നം പരിഹരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാരത്തിനു വേണ്ടി നേരത്തെ ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച ഒരു 9 പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി. ആരാ ഫോർമുല ഉണ്ടാക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയല്ല, സമസ്തയുടെ നേതാക്കന്മാർ, ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആദരണീയനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ പാണക്കാട് കുടുംബത്തിന്റെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ 3 നേതൃത്വങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് CAC പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നു. 9 ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുലക്ക് താഴെ ഈ 3 കൂട്ടരും ഒപ്പുവെച്ചു. നിങ്ങൾ ആലോചിക്കണം, CAC പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി അവർ 3 കൂട്ടരും ഒരുമിച്ചുണ്ടാക്കിയിട്ടുള്ള 9 പരിഹാര ഫോർമുല. ആ ഫോർമുലക്ക് താഴെ ആദരണീയനായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുക്തുക്കോയ തങ്ങൾ ഒപ്പുവെക്കുന്നു. ആദരണീയനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒപ്പുവെക്കുന്നു. ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പുവെക്കുന്നു. ഇവർ ഒപ്പുവെച്ചതിന് ശേഷം അവർ തീരുമാനിച്ചത്, ഇത് സമസ്തയുടെ മുഷാവർ അംഗീകരിക്കുക, ഇത് CAC-യുടെ സെനറ്റ് അംഗീകരിക്കുക. മധ്യസ്ഥന്മാർ 9 ഫോർമുല എഴുതിയുണ്ടാക്കിയിട്ട് ഇവർ 3 പേരും എഴുതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചക്കേ പ്രസക്തിയില്ല. അവിടെ ഒരു ചർച്ചക്കേ പ്രസക്തിയില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അത് അംഗീകരിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലും അത് അംഗീകരിച്ചു. പിന്നീട് എവിടെയാണ് അംഗീകരിക്കേണ്ടത്? CAC-യുടെ സെനറ്റിലാണ് അംഗീകരിക്കേണ്ടത്. CAC-യുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. CAC-യുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ CAC-യുടെ സെനറ്റിൽ അംഗീകരിച്ചതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറക്ക് വന്ന കത്ത് ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കിയ കത്തായിരുന്നില്ല. ബഹുമാനപ്പെട്ട ആ സമിതിയിൽ അംഗമായ വാക്കോട് ഉസ്താദിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്, സമസ്തയുടെ ഈ CAC പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയിട്ടുള്ള 9 ഫോർമുലയല്ല CAC-യുടെ സെനറ്റ് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ മുഷാവറക്ക് അയച്ചത് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവർ അംഗീകരിക്കുന്നത്? ഇവരാണോ പാണക്കാട് തങ്ങൾ അംഗീകരിക്കുന്നവർ? ഇവരെയാണോ മുസ്ലിം ലീഗിന് അംഗീകരിക്കുന്നവർ? സമസ്ത ഏതായാലും ഇവർ അംഗീകരിക്കണ്ട. പക്ഷേ ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ മുസ്ലിം ലീഗിന്റെയും പാണക്കാട് തങ്ങന്മാരുടെയും കൂടെയാണ്. സമസ്തയും പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗും കൂടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് സമസ്ത മുഷാവറ ഐക്യകണ്ഠേന അത് അംഗീകരിച്ചിട്ട് ഇന്നും അത് അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ CAC-യുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആരാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? ആരാണ് പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കാത്തവർ?
ആരാണ് മുസ്ലിം ലീഗിന് അംഗീകരിക്കാത്തവർ? CIC പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് ഇപ്പൊ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഉപദേശിക്കുന്ന ആളുകളുണ്ട്. നേരം വെളുത്ത് വൈകുന്നേരമാവണ്ട, 1 മാസം കൊണ്ട് തീർക്കണ്ട, 1 കൊല്ലം കൊണ്ട് തീർക്കണ്ട, 3 വർഷത്തിലധികമായി ആദരണീയരായ പണ്ഡിതന്മാർ അതിന്റെ പിറകെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ കാരണം എന്താണ്? ഇവിടെ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവണ്ട, അതിന്റെ പേരിൽ ഒരു അവസരമുണ്ടാകണ്ട, അതിന്റെ പേരിൽ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാവണ്ട, അതിന്റെ പേരിൽ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാവണ്ട. സമസ്ത ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംവിധാനത്തിന്റെ പരസ്യം തുടങ്ങിയിട്ട് ആ സംവിധാനം തുടങ്ങിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ്. ഈ സംവിധാനം തുടങ്ങുമ്പോൾ അതിന്റെ പത്രപരസ്യം അങ്ങനെ ആയിരുന്നു. ആ സംവിധാനത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ കണ്ടപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നോട്ടീസ് കൊടുക്കാം. സമസ്തയുടെ ആശയാദർശങ്ങൾക്കും നിയമാനിർദ്ദേശങ്ങൾക്കും വ്യത്യസ്തമായി നിങ്ങളുടെ ഭാഗത്ത് ഇന്നാലിന്ന കുറവുകളും പോരായ്മകളും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഇത് ഇത്ര ദിവസത്തിനകം തിരുത്തി അത് രേഖാമൂലം അറിയിക്കണമെന്ന് ഒരു സംഘടനയ്ക്ക് വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കാം. ആ നിശ്ചിത പരിധിക്കകം ആ നോട്ടീസ് കൊടുത്തിട്ട് കൃത്യമായ മറുപടിയോ വിശദീകരണമോ ഇല്ലെങ്കിൽ സമസ്തക്ക് പ്രഖ്യാപിക്കാം, ഇന്നാലിന്ന കാരണങ്ങൾ കൊണ്ട് അതുമായി സമസ്തക്ക് ബന്ധമില്ല. ഒരു സംഘടനയ്ക്ക് ഇത്ര ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ സമസ്ത അതിന് നിന്നില്ല. ഈ പ്രശ്നത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകട്ടെ, അതിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നിന്നപ്പോ അവസാനം ഇവിടെ തനി നിറം ഒരു പക്ഷേ 3 വർഷം കാത്തുന്നത് കൊണ്ടുള്ള ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഇവർ വലിയ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരും മുസ്ലിം ലീഗിന്റെ അനുകൂലികളും ഇവിടെ വേറെ കുറച്ച് ആളുകളൊക്കെ മുസ്ലിം ലീഗ് വിരുദ്ധർ, പാണക്കാട് വിരുദ്ധർ എന്ന് പറഞ്ഞ് ചാപ്പ കുത്തിയിട്ട് ഇവർ നല്ല പിള്ളയായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ സമസ്തയുടെ പണ്ഡിതന്മാരും പാണക്കാട് സാദാത്യങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും എടുത്ത തീരുമാനത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ അവരതിന് വിരുദ്ധമായ നീക്കങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് നടത്തിയത്. മാത്രമല്ല ഈ നേതൃത്വത്തെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആദരണീയരായ നേതാക്കൾ യോഗം ചേർന്നു. ഇവിടെ കോഴിക്കോട് വെച്ചുകൊണ്ടാണ് യോഗം. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അസർ നിസ്കരിക്കാൻ വേണ്ടി ആദരണീയരായിട്ടുള്ള സമസ്തയുടെ നേതാക്കൾ നമ്മുടെ സമസ്ത ഓഫീസിലെത്തി. അവിടുന്ന് അസർ നിസ്കരിച്ചതിന് ശേഷം അവരിവിടെ ഹോട്ടലിൽ യോഗം ചേരാൻ വേണ്ടി പോകാനും വേണ്ടിയിട്ടുള്ള ഒരുക്കൽ നടത്തുന്നിടയിലാണ് ആ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി യോഗം ചേരാൻ വേണ്ടി ആ യോഗത്തിലേക്ക് പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇവരുടെ ഉത്തരവാദപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ പുതിയ CICയുടെ കമ്മിറ്റിയെ പ്രഖ്യാപിച്ച വാർത്ത വരുന്നു. ഇവരാരെയാണ് അംഗീകരിക്കുന്നത്? ആദരണീയരായ സമസ്ത നേതാക്കളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാക്കാൻ യോഗം ചേരാനിരിക്കെ അതിന്റെ മുന്നോടിയായി 1 മണിക്കൂർ മുമ്പ് ഇവരുടെ കമ്മിറ്റി പ്രഖ്യാപിച്ചതായി ഏകപക്ഷീയമായി പരസ്യപ്പെടുത്തിയാൽ ഇവരാരെ അംഗീകരിക്കുന്നു? ഇവരാണോ പാണക്കാട് തങ്ങൾ അംഗീകരിക്കുന്നവർ? ഇവരാണോ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവർ? ഇവരാണോ സമസ്ത അംഗീകരിക്കുന്നവർ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു ഭാഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരെയും നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പാണക്കാട് വിരുദ്ധർ, മുസ്ലിം ലീഗ് വിരുദ്ധർ എന്നൊരു ചാപ്പ കുത്തിയിട്ട് അവരെങ്ങനെ ഒറ്റപ്പെടുത്തി അവരെങ്ങനെ ഒന്നുമല്ലാതാക്കാമെന്ന വ്യാമോഹമാണ്. അതൊന്നും തൽക്കാലം ഇവിടെ നടപ്പിലാകാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച് ആളുകൾ ചാപ്പ കുത്തുക, എന്നിട്ട് അവരെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടുക, അവരെന്നിട്ട് മഹലിൽ നിന്ന് പുറത്താക്കുക. ഇതെന്താ വെള്ളരിക്കാ പൊട്ടണോ? ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ തള്ളിക്കളയാൻ ഒരു ആൺകുട്ടിയും ഇന്ന് കേരളത്തിലില്ല. അത് മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങൾ, ആദരണീയരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ അതിനെ പാരവെക്കുന്ന, അതിനെ മോശമായി ചിത്രീകരിക്കുന്ന, അതിനെയും മറികടന്നുകൊണ്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് ഇവർ മാറിയിരിക്കുന്നു. ഒരുപാട് ക്ഷമിച്ചു ഉസ്താദുമാർ, ഒരുപാട് സഹിച്ചു ഉസ്താദുമാർ. പക്ഷേ എല്ലാം കടന്ന കളി കണ്ടപ്പോഴാണ് അവസാനം ഇത് തുറന്നു പറയാനും വിശദീകരിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇനിയും സമയമുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ ക്ഷമാശീലരാണ്, അവരൊക്കെ സഹിഷ്ണുതയുള്ള ആളാണ്, അവരൊക്കെ ഇതൊക്കെ ഇനിയും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിലൊക്കെ അന്തിമമായ തീർപ്പുണ്ടാക്കുന്ന വിധം
സമസ്തക്ക് ദോഷകരമാകണ്ട, CACയുടെ മുന്നോട്ട് പോക്കിന് ദോഷകരമാകണ്ട, പാണക്കാട് സാദാത്യങ്ങളെ പ്രയാസപ്പെടുത്തണ്ട, മുസ്ലിം ലീഗിന്റെ മുന്നോട്ട് പോക്കിനും പ്രയാസപ്പെടുത്തണ്ട. എല്ലാവർക്കും അനുഗുണമാകുന്ന രീതിയിൽ നമ്മുടെ ആദരണീയരായ നേതൃത്വം എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സമയമുണ്ട് എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഹ്യമായ ചില ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ രീതിയിലൊക്കെ ഇതിനെ വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ പ്രയോഗങ്ങൾ. സമസ്തയിൽ CPMന്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട്. സ്വന്തം പാർട്ടിയിലെ CPMന്റെ സ്ലീപ്പിംഗ് സെല്ലിനാൽ വേട്ടയാടപ്പെട്ട ആളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെ പേരിൽ കോടതി കയറി നടക്കുകയായിരുന്നു മാസങ്ങളോളം. ഞാൻ ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഒരു വിരൽ ചൂണ്ടുമ്പോ 3 വിരൽ തനിക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിലപ്പുറമൊന്നും പറയാൻ മാത്രമില്ല എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തയെ അങ്ങനെ CPM ആയിട്ടും പാണക്കാട് വിരുദ്ധരായിട്ടും ലീഗ് വിരുദ്ധരായിട്ടും അങ്ങനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കാനൊക്കെയുള്ള പല ശ്രമങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. മഹല്ല് സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയും പാണക്കാട് കുടുംബങ്ങളും മുസ്ലിം ലീഗും ഒക്കെ ഒരുമിച്ച് പോയ ആ മുന്നോട്ട് പോക്ക് തന്നെ അതിനാരും എതിരല്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മുറത്തിൽ കൊത്തേണ്ടതില്ല. അതിനൊക്കെ ഓരോ പ്രവർത്തന രീതിയുണ്ട്. ആദരണീയരായ ഉസ്താദ് നാട്ടികവി മൂസ മുസ്ലിയാർ അള്ളാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നാട്ടു ഉസ്താദ് പറയാറുണ്ട്, ഒന്ന് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്, മറ്റൊന്ന് റെയിലിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്. രണ്ടിനും രണ്ട് പ്രവർത്തന പാതയുണ്ട്. സമുദായത്തിൻ്റെ CAC പോലുള്ള പ്രശ്നം വരുമ്പോൾ ഒരു ലെവൽ ക്രോസ് വരും. അപ്പം കൂടിയിരുന്നിട്ട് സംസാരിക്കും. ആ പരസ്പര സഹകരണവും ആ പരസ്പര സഹവർത്തിത്വവും ഒക്കെ ഇനിയും മുന്നോട്ട് പോകണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കാലി ഫൗണ്ടേഷനൊക്കെ പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അകറ്റാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഇനിയൊരു തെറ്റിദ്ധാരണയുടെ പോലും ആവശ്യമില്ല. ആദരണീയരായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇരുത്തിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞു, ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ കാദിമാരായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ് പാണക്കാട് ഫൗണ്ടേഷൻ, കാദി ഫൗണ്ടേഷൻ. അപ്പൊ മഹാന്മാരായ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും തങ്ങളെ മോശമായി ചിത്രീകരിക്കാനും തങ്ങൾ കാദി അല്ലാത്ത മഹല്ലുകളിലൊക്കെ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ കെട്ടിപ്പൊക്കാനും വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും തങ്ങന്മാർ അറിഞ്ഞുകൊണ്ട് അത്തരമൊരു പ്രവർത്തനം നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്ഥലത്തൊരു കാദി ഉണ്ടെങ്കിൽ ആ കാദിയുടെ അധികാര പരിധിയിൽ വന്നുകൊണ്ട് മറ്റൊരു കാദി ഇടപെടില്ലല്ലോ. അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ലോജിക്കല്ലേ. പക്ഷേ ആദരണീയരായ തങ്ങന്മാരെ പൊതുസമൂഹത്തിൽ വീണ്ടും അനാവശ്യമായ ചർച്ചകളിലേക്ക് നയിക്കാൻ വേണ്ടി പല ആളുകളും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദരണീയരായ പാണക്കാട് തങ്ങന്മാരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത്തരം തെറ്റിദ്ധാരണകൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ SKSF വളരെ മനോഹരമായ ഈ നടത്തിയ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.